ബസ്സിൽ കയറുന്ന സ്കൂൾ കുട്ടികളെ രണ്ടാം കിട പൗരന്മാരായി കാണുന്ന ആ ഒരു രീതി അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന കാണാനിടയായി. ഇത് നടപ്പിലാക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കാനൊരു പ്ലാൻ സർക്കാരിനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ഉദ്യമമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എനിക്ക് പല അനുഭവങ്ങളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സ്കൂൾ കുട്ടികളോട് വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുന്ന ബസ് തൊഴിലാളികളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ പറഞ്ഞാൽ, ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള സമയം വരെ അവരെ ബസ്സിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയും അവസാന നിമിഷം എടുക്കുന്ന സമയത്ത് മാത്രം അവരെ ബസ്സിൽ കയറ്റാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ പൊതുവെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും നല്ലൊരു ഉദ്യമം. ഇത് എല്ലാ ഭാവുകങ്ങളും നേരാം. നമുക്ക് ഈ കാര്യത്തിന് ഇത് നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ബസ് അധികൃതർ അല്ലെങ്കിൽ ബസ് മുതലാളിമാർ അല്ലെങ്കിൽ ബസ് തൊഴിലാളികൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കൂടെ അവരൊന്ന് ആലോചിക്കണം. അതായത് ഭാവിയിൽ നിങ്ങളുടെ ബസ്സുകളിൽ ഒരു ഫുൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥി. കാരണം അവനെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സംവിധാനത്തോട്, ഈ പൊതുയാത്രാ സംവിധാനം എന്ന് പറയുന്ന, പൊതുഗതാഗതം എന്ന് പറയുന്ന ഈ സംവിധാനത്തിനോട് ഒരു വെറുപ്പും വിദ്വേഷവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാക്കിയാൽ ഇവൻ ഒരു കാരണവശാലും പിന്നീട് ഭാവിയിൽ ഇവൻ വളർന്നു വലുതാവുമ്പോഴും ഒരു പൊതുയാത്രാ സംവിധാനം ഉപയോഗിക്കുന്നവനായി മാറണമെന്നില്ല. കാരണം അവൻ എങ്ങനെയെങ്കിലും ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിലും ഇതേതായാലും എനിക്ക് വേണ്ട എന്നൊരു മാനസികമായ ഒരു തോന്നലിലേക്ക് അവൻ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ അവനവൻ്റെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് ഈ പറഞ്ഞ പൊതു യാത്രാ സംവിധാനങ്ങളെ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളെ അവനിൽ നിന്ന് അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയിൽ നിന്നും അകറ്റുന്നതിനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ കുട്ടികളോടുള്ള ചിറ്റമ്മ നയത്തിലൂടെ അവർ നേടുന്നത്. അതുകൊണ്ട് ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത് നടപ്പിലാക്കാൻ സാധിക്കട്ടെ, വാക്കിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിയിലൂടെ ഇത് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.